ശബരിമല യുവതീ പ്രവേശനത്തിൽ സിപിഐഎമ്മിന് യു-ടേൺ. ആചാരത്തിലും പരിഷ്കാരത്തിലും അറിവുള്ളവരുമായി സംസാരിച്ച് നിലപാട് സ്വീകരിക്കണമെന്ന സമീപനമാകും സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിലാണ് സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സമീപനം തിരുത്തുന്നത്. യുവതീ പ്രവേശന വിധി അനുകൂലിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയ അനുഭവത്തിൽ നിന്നാണ് സിപിഐഎം നിലപാട് മാറ്റുന്നത്. ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണമെന്ന് നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയായിരിക്കും നാളെ സുപ്രീം കോടതിയെ അറിയിക്കുക. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. യുവതീ പ്രവേശത്തെ തീർത്തും എതിർക്കുന്ന നിലപാട് ഇടത് സർക്കാരിന് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്. യുവതീ പ്രവേശനം വേണോ വേണ്ടയോ എന്നല്ല സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ ന്യായീകരണം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. ജനഹിതം മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ യു-ടേൺ അടിച്ചതെന്നും സർക്കാരിന് ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ഇത് മാറ്റുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം നല്ലതാണ്, നേരത്തെ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഈ കുഴപ്പം മുഴുവനൊന്നും ഉണ്ടാവില്ലായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.